ഈ ആഴ്ചത്തെ OTT സ്ട്രീമിംഗുകൾ ഡിസംബർ 19 C5-ൽ മമ്മൂട്ടി, ഗോകുൽ സുരേഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. പ്രതീക്ഷിച്ച വിജയം ആ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സ്ട്രീമിങ്ങിനും ഒരുപാട് ടൈം എടുത്തിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് ക്രൈം ത്രില്ലർ ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ആ ചിത്രം തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഡിസംബർ 19 C5-ൽ നിവിൻ പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഡിസംബർ 19 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 19 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. നിവിൻ പോളിയെ കൂടാതെ മലയാള സിനിമയിലെ ചില പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രമല്ല, വെബ് സീരീസാണ്. ഒരു മിക്സഡ് റിപ്പോർട്ടാണ് ചിത്രത്തിന് കേൾക്കുന്നത്. എന്തായാലും കണ്ടിട്ടുള്ളവർ അഭിപ്രായങ്ങൾ അറിയിക്കുക. മാധുരി ദീക്ഷിത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഒരു വെബ് സീരീസ് ഹിന്ദിയിൽ നിന്നും ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. മിസ്സിസ് ദേശ്പാണ്ഡെ എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. ഒരു സീരിയൽ കില്ലറിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഞാൻ കണ്ടിരുന്നു. ഒരു ആവറേജ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. എന്നാൽ ഇടയിൽ ചെറിയ ലാഗ് കാര്യങ്ങളുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വെബ് സീരീസാണ് മിസ്സിസ് ദേശ്പാണ്ഡെ. അപ്പോൾ മിസ്സിസ് ദേശ്പാണ്ഡെയും ഡിസംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് 2020 വന്ന ചിത്രമായിരുന്നു രാത് അക്കേലി ഹെ. ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയ ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു. ഇതിന് ഇപ്പോൾ ഒരു രണ്ടാം ഭാഗം വന്നിട്ടുണ്ട്, രാത് അക്കേലി ഹെ ദ ബൻസാൽ മർഡേഴ്സ്. ഇത് ഡയറക്റ്റായിട്ട് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 19 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ ക്രൈം ത്രില്ലർ കാണാൻ സാധിക്കും.